അന്യഭാഷ ചലച്ചിത്രങ്ങളിലും നിരവധി കരുത്തുറ്റ കഥാപാത്രങ്ങൾക്ക് അപരപാളിയിൽ ജീവൻ നൽകുകയും അതുപോലെ തന്നെ ക്ലാസിക്കൽ ഡാൻസിന്റെ സ്കൂളും നടത്തുന്ന ശ്രീമതി ആശാ ശരത്ത് സ്നേഹപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആശാ ശരത്ത് നമുക്ക് ഇത്രയും സമയം നമ്മുടെ കണ്ണിന് കുളിരും മനസ്സിനും ശരീരത്തിനും ആനന്ദവും പകരുന്ന നൃത്തങ്ങളെ ഇവിടെ ആശാ നടനം എന്ന പേരിൽ അവതരിപ്പിക്കുകയുണ്ടായി. ഏറെ അഭിനന്ദനങ്ങളും ആശംസകളും നേരുവാനായിട്ട് സ്നേഹപൂർവ്വം ശ്രീമതി ആശാ ശരത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇന്ന് ഈ നൃത്യങ്ങൾ സംഗമേശ സന്നിധിയിൽ സമർപ്പിച്ചിട്ടുള്ളത് പ്രമുഖ പ്രവാസി വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകനുമായിട്ടുള്ള നിസാർ അഷ്റഫാണ്. നമുക്കറിയാം, കഴിഞ്ഞ 16 വർഷക്കാലമായിട്ട് പള്ളിവേട്ട ആൽമരത്തില് ദീപാലങ്കൃതമാക്കുന്നതും പ്രിയപ്പെട്ട നിസാർ അഷ്റഫാണ്. നിസാർ അഷ്റഫിനെ സ്നേഹപൂർവ്വം ഞാൻ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ ദേവസ്വം ബോർഡിന്റെ ചെയർമാൻ കഴിഞ്ഞ 3 മാസക്കാലമായിട്ട് ഈ തിരുവുത്സവം നമുക്കറിയാം ദേശീയ സംഗീത നൃത്ത വാദ്യ മഹോത്സവമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് അക്ഷീണം പരിശ്രമിക്കുന്ന ദേവസ്വം ബോർഡിന്റെ ചെയർമാനായിട്ടുള്ള അഡ്വക്കേറ്റ് CK ഗോപി അവരുടെയും ഗോപി വക്കീലിനെയും സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. 1 വർഷക്കാലം മുമ്പ് നമുക്കറിയാം ഈ സംഗമം വേദി മുൻ പ്രസിഡന്റ് ദേവസ്വം ബോർഡിന്റെ ചെയർമാനായിട്ടുള്ള പ്രദീപ് മേനോന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുമ്പോൾ ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ബിന്ദു ടീച്ചർ, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പിന്റെ മന്ത്രിയും ഇരിങ്ങാലക്കുടക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട കലാകാരിയും എഴുത്തുകാരിയും പ്രാസംഗികയുമായിട്ടുള്ള സർവകലാവല്ലഭ ഈ വേദിയിൽ വെച്ച് കഥകളി അവതരിപ്പിക്കുകയുണ്ടായി. ആയിരക്കണക്കിന് പേരെ സാക്ഷി നിർത്തിക്കൊണ്ട് കഥകളി അവതരിപ്പിച്ചു. ബിന്ദു ടീച്ചറെയും ഞാൻ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇന്ന് ഈ ആശാശരത്തിന്റെ ഈ നൃത്യങ്ങൾ ആസ്വദിക്കാനായിട്ട് സദസ്സിൽ ഇരുന്നുകൊണ്ട് ഇത്രയും സമയം ബിന്ദു ടീച്ചറെ ഇവിടെ ചെലവഴിക്കുകയുണ്ടായി. ബിന്ദു ടീച്ചറും ഒരു കലാകാരിയാണ്, പ്രാസംഗികയാണ്, എഴുത്തുകാരിയാണ്, നമ്മളുടെ പ്രിയപ്പെട്ട MLA ആണ്, കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പിന്റെ മന്ത്രിയാണ്. പ്രിയപ്പെട്ട ബിന്ദു ടീച്ചറെയും ദേവസ്വം ബോർഡ് ചെയർമാനെയും പ്രിയപ്പെട്ട നിസാർ അഷ്റഫ് ഈ കാര്യങ്ങൾ സമർപ്പണം നടത്തിയിട്ടുള്ള നിസാർ അഷ്റഫിനെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട നർത്തകിയും കലാകാരിയും എല്ലാമായിട്ടുള്ള ആശാ ശരത്തിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മളോട് പ്രിയപ്പെട്ട ബിന്ദു ടീച്ചർ 2 വാക്ക് സംസാരിക്കും. പ്രിയമുള്ളവരെ, ശ്രീമതി ആശാ ശരത് സീരിയൽ സിനിമാ രംഗങ്ങളിലൂടെ നമുക്ക് ഇതിനു മുൻപ് തന്നെ വളരെ പ്രിയങ്കരിയായിട്ടുള്ള ഒരു താരമാണ്. ഇപ്പോൾ ഇതാ വളരെ മനോഹരവും അതിഗംഭീരവുമായിട്ടുള്ള പ്രകടനത്തിലൂടെ നർത്തകി എന്ന നിലയിൽ അവർ നമ്മുടെ എല്ലാം ഹൃദയത്തിൽ അരുമയായ ഒരിടം പിടിച്ചിരിക്കുന്നു. സാംസ്കാരിക നഗരിയായ ഇരിങ്ങാലക്കുടയുടെ എല്ലാ സ്നേഹാദരങ്ങളും അഭിനന്ദനങ്ങളും എല്ലാവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാൻ ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. കൂത്തിൻ്റെയും കൂടിയാട്ടത്തിൻ്റെയും കഥകളിയുടെയും എല്ലാം ഈറ്റിലമായ ഇരിങ്ങാലക്കുടയിലെ ശ്രീ കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കലയുടെ കമലതളം വിടർത്തുന്ന അരങ്ങുകളാണ്. ആ അരങ്ങിനെ ഇന്ന് അതിധന്യമാക്കി തീർത്ത സാന്നിധ്യമായിരുന്നു ശ്രീമതി ആശാ ശരത്ത്. ഭാവയാമി രഘുരാമം അവതരിപ്പിച്ചുകൊണ്ട് രാമായണ കഥ മുഴുവൻ തന്നെ അതിഗംഭീരമായ നിലയിലാണ് ഇവിടെ നമ്മുടെ മുൻപിൽ ആശാ ശരത്ത് അവതരിപ്പിച്ചത്. അമ്മയിൽ നിന്ന് പകർന്നു കിട്ടിയ കലയോടുള്ള അഭിനിവേശം മക്കളിലേക്കും അനവധി ശിഷ്യരിലേക്കും പകർന്നു നൽകിക്കൊണ്ട് അനുഗ്രഹീതമായ ഒരു പരമ്പരയുടെ ഉടമയായി നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആശാ ശരത്തിന് ഒരിക്കൽ കൂടി നമ്മുടെ ഏവരുടെയും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും നന്ദിയും ഞാൻ ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഇനിയും ഒരുപാട് വേദികളിൽ നല്ല ഭംഗിയോടെ നൃത്തം അവതരിപ്പിച്ച് തിളങ്ങി നിൽക്കാനാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു.
ശ്രീമതി ആശാ ശരത്തിന്റെ അമ്മ കലാമണ്ഡലം സുമതിയാണ് ആശാ ശരത്തിന്റെ ഗുരുനാഥ. ഇപ്പോൾ ശ്രീമതി ആശാ ശരത്ത് സ്കൂളുകളിലെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ചലച്ചിത്രങ്ങളിൽ അഭിനയിക്കുന്നു. മാതാവ് ഇവിടെ സന്നിധിയാണ്, ആശാ ശരത്തിന്റെ ഹസ്ബൻഡ് ശരത് സാറും ഇവിടെ സന്നിധിയാണ്. എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ നൽകുന്നു. ഇരിങ്ങാലക്കുടയ്ക്ക് വേണ്ടിയിട്ട്, ഈ പട്ടണത്തിന് വേണ്ടിയിട്ട് ഇവിടെ കൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് പേരുന്ന ആസ്വാദകർക്ക് വേണ്ടി പ്രിയപ്പെട്ട ബിന്ദു ടീച്ചർ ആശാ ശരത്തിന് ഇപ്പോൾ പൊന്നാടയണിയിക്കുകയാണ്. ബിന്ദു ടീച്ചറും ഒരു കലാകാരിയും നർത്തകിയും സർവകലാവല്ലഭയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എന്തുകൊണ്ടും ആർക്കെയാണ് ടീച്ചർ ഇതിന് ചെയ്യാനായിട്ട്. ഇന്ന് ഈ ആശാ ശരത്തിന്റെ ഈ നൃത്യങ്ങളെ സമർപ്പണം നടത്തിയത് പ്രിയപ്പെട്ട നിസാർ അഷ്റഫാണ്. ഇവിടെ സൗജന്യമായിട്ട് വെള്ളം വിതരണം ചെയ്യുകയും അതുപോലെ തന്നെ അത്ഭുത പ്രഭാപൂരിതമാക്കുന്നതുമൊക്കെ നിസാർ അഷ്റഫാണ്. പ്രത്യേകം നമുക്ക് ആശാശരത്തിന്റെ നൃത്തം ആസ്വദിക്കുന്നതിനുള്ള അവസരം നൽകിയ നിസാർ അഷ്റഫിന് ഇരിങ്ങാലക്കുടയുടെ മുഴുവൻ ആളുകളുടെയും പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ തിരുവുത്സവം ഭംഗിയാക്കുന്നതിന് വേണ്ടി വളരെയധികം കാര്യങ്ങൾ നിസാർ അഷ്റഫ് ചെയ്യുന്നുണ്ട്. സംഭാര വിതരണം, അതുപോലെ നമ്മുടെ പള്ളിവേട്ട ആളിൻ്റെ മനോഹരമായിട്ടുള്ള ദീപാലങ്കാര വിന്യാസം, എല്ലാത്തിനും നന്ദി രേഖപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട നിസാർ അഷ്റഫും ഇപ്പോൾ ശ്രീമതി ആശാ ശരത്തിനെ പൊന്നാട അണിയിക്കുകയാണ്. കുടൽമാണിക്യം ദേവസ്വം ബോർഡിന്റെ പ്രിയപ്പെട്ട ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി അവர்கள் ഇപ്പോൾ തന്നെ ആശാ ശരത്തിനോടുള്ള ഇത്രയും സമയം ഇവിടെ ചെലവഴിക്കുകയും കുറെ ദൂരങ്ങൾ താണ്ടി എത്ര തിരക്കുകൾക്കിടയിലും ഈ സംഗമേശ സന്നിധിയിൽ വന്ന് നൃത്തം അവതരിപ്പിച്ചതിനുള്ള അഭിനന്ദനങ്ങളും നന്ദിയും നേർന്നുകൊണ്ട് പൊന്നാടയണിയിക്കുന്നു. രണ്ടു വാക്ക് നന്ദി അറിയിക്കുന്നതിനായിട്ട് ദേവസ്വം ബോർഡ് ചെയർമാൻ. ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീമതി ഡോക്ടർ ആർ ബിന്ദു ഇന്നത്തെ ഈ കലാവിസ്മയം സ്പോൺസർ ചെയ്ത പ്രവാസി വ്യവസായിയായിട്ടുള്ള നിസാർ, അതുപോലെ തന്നെ കൂടൽമാണിക്യം മാനേജ്മെന്റ് കമ്മിറ്റി, അതുപോലെ തന്നെ ഇരിങ്ങാലക്കുട ജനാവലിയുടെ വലിയൊരു സദസ് മനസ്സ് കൈയടക്കിയ കലാകാരിയായിട്ടുള്ള ആശാ ശരത്, എല്ലാവർക്കും ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിന്റെ ഉത്സവവുമായി ബന്ധപ്പെട്ട എല്ലാ ജനാവലികളുടെയും ഭക്തിസാന്ദ്രമായ നന്ദി പ്രകാശിപ്പിക്കുന്നു. നമസ്കാരം. കൂത്തിന്റെയും കൂടിയാട്ടത്തിന്റെയും നളചരിതത്തിന്റെയും നാടായി ഇരിങ്ങാലക്കുടയിലേക്ക് വന്ന ശ്രീമതി ആശാ ശരത് നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കുന്നു. വേദികൾ സദസ്സിൽ ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാ ഗുരുജനങ്ങൾക്കും സഹോദരി സഹോദരന്മാർക്കും വേണ്ടി ഉന്നതമായ നമസ്കാരം. ഒരുപാട് സന്തോഷമുള്ള ഒരു വേദിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ നർത്തകിമാരും സ്വപ്നം കാണുന്ന ഒരു വേദിയാണ്. ഇങ്ങനൊരു വേദി എനിക്ക് സമ്മാനിച്ച കുടൽമാണിക്യം മണ്ഡലത്തിലെ എല്ലാ ഭാരവാഹികളോടും, പ്രത്യേകിച്ച് നിസാർ സാറിനോടും ബിന്ദു മാമിനോടും എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാ കലാസ്നേഹികളോടും ഭക്തജനങ്ങളോടുമുള്ള നന്ദി അറിയിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇന്ന് എനിക്ക് നൃത്തം ചെയ്യാൻ സാധിക്കുന്നത്. 103 ഡിഗ്രി പനിയുള്ള ഒരാളാണ്. ആ പനി വെച്ചിട്ടാണ് ഞാൻ നൃത്തം ചെയ്യുന്നത്. എങ്ങനെയെങ്കിലും ഭഗവാന്റെ മുന്നിൽ ഈ നൃത്തം സമർപ്പിക്കണമെന്നുള്ള മനസ്സ് നിറഞ്ഞ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ നൃത്തം ചെയ്യുന്നത്. പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ അമ്മയും കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ വൈറൽ ഫീവർ വീഡിയോട്ട് ഏകദേശം 103 ഡിഗ്രിയിലാണ് നിൽക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയുണ്ടെങ്കിൽ എനിക്ക് ഈ പ്രോഗ്രാം ചെയ്ത് അവസാനിപ്പിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അനുഗ്രഹം എപ്പോഴും നല്ലതുണ്ടാകുന്നു. ഇങ്ങനെ ഒരുപാട് എനിക്ക് അവസരം തന്ന എല്ലാ ഭാരവാഹികളും എല്ലാ ഭക്തജനങ്ങളോടും ഹൃദയം തരാൻ നന്ദി മനസ്സിലാക്കും. താങ്ക് യു ശ്രീമതി ആശാ ശരത്. ആശാ ശരത്തിന്റെ
അമ്മ കലാമണ്ഡലം സുമതി സദസ്സിലുണ്ട്. പ്രിയപ്പെട്ട ബിന്ദു കലാമണ്ഡലം സുമതി ആശിച്ചേർത്തിന്റെ ഗുരുനാഥൻ കൂടിയായിട്ടുള്ള അമ്മയെ ബിന്ദു ടീച്ചറും നിസാറാഷറും ദേവസ്വം ചെയർമാനും ചേർന്ന് പൊന്നാട എണീക്കുകയാണ്. മൂന്നുപേരും വിജ്ഞാനക്കുടയുടെ മുഖമുദ്രയായിട്ട് മതസൗഹാർദ്ദത്തിൻ്റെയും മതനിരപേക്ഷതയുടെ മുഖമുദ്രയായിട്ട് പ്രിയപ്പെട്ട കലാമണ്ഡലം സുമതി ചേച്ചി സ്നേഹപൂർവ്വം പൊന്നാട എണീക്കുന്നു. താങ്ക് യു. ബിന്ദു ടീച്ചറോടും നിസാറാഷറിനോടും ദേവസ്വം ബോർഡ് ചെയർമാനോട് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. നൃത്യങ്ങൾ തുടരുകയാണ്. അവസാന ഫേസിലേക്ക് കടക്കുകയാണ്.